ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ രാവിലെ എണിച്ചിട്ട് പല്ല് വയ്ക്കാൻ പോകട്ടോ. അപ്പോൾ എന്തായാലും പല്ല് വെച്ചിട്ട് നമുക്ക് ഇന്ന് ടാങ്ക് വൃത്തിയാക്കണം. നമ്മൾ കുറച്ച് മാസങ്ങളായിട്ടോ ടാങ്ക് വൃത്തിയാക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബക്കാരൻ്റെ വീട്ടിൽ ബീഫ് വാങ്ങാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വാങ്ങാൻ പോകണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പല്ല് വയ്ക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് രാവിലെ എണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി പറഞ്ഞാൽ വേഗം പല്ല് വയ്ക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടോ പല്ലേക്ക്, ഈ ഒരു പൈപ്പിൻ്റെ അവിടെ നിന്നിട്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഞങ്ങളുടെ പഴയ പന്ത് കണ്ടോ, ഇവിടെ പറഞ്ഞത് പൊട്ടി കിടക്കണം, അതുപോലെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് വരണം, പിന്നെ ഇതാ കിടക്കണു, ഒക്കെ മണ്ണോട് മണ്ണായി പോകുമെന്ന് പറയില്ലേ, ഇത് ഇവിടെ പിന്നെ ഇത് അങ്ങനെ കുറേ പന്ത് ഞങ്ങൾ വാങ്ങും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ പന്ത് പൊട്ടി പോകും. 1000 രൂപ എല്ലാ പന്തും ഇങ്ങനെ വാങ്ങും. 1000 രൂപയ്ക്ക് ഓരോ പന്തിനൊക്കെ വില. അപ്പോൾ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും കൂടി ഇങ്ങനെ പിരിവിട്ട് വാങ്ങും. പക്ഷേ അതൊക്കെ ഇത് പൊട്ടിയിട്ട് ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ അങ്ങനെ കൊണ്ടുപോയിട്ടും. അപ്പോൾ ഈ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ചായ കുടിക്കുക കേസ്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. പിന്നെ നമുക്ക് ടാങ്ക് കഴുകണം, ബീഫ് വാങ്ങണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും പോയിട്ട് നേരെ ചായ കുടിക്കുക കേസ്. ഓക്കെ. അപ്പോൾ കേസ് ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ ദിവസവും വെറും വീട്ടിൽ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം തണുത്തുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം കുടിക്കാം. വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന അല്ല കേട്ടോ. നിങ്ങൾ ചായ കുടിക്കുന്നതിന് മുമ്പ് എന്നും രാവിലെ വെള്ളം കുടിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചായത്തിൻ്റെ നല്ല അടിപൊളി നമ്മുടെ ഇതെന്താണ് അപ്പം, പിന്നെ നമ്മുടെ നാളികേരപ്പാൽ, പിന്നെ നമ്മുടെ മുട്ട ഉണ്ട് കേട്ടോ. മുട്ടയും പഴവും ചായയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതവിടെ പുറത്തിരുന്നിട്ടാട്ടോ കഴിക്കും. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കിയിരുന്ന് കഴിക്കാറാണ് പതിവ്. അപ്പോൾ നല്ല മഴ വരുമ്പോൾ മഴ നോക്കിയിട്ടിരിക്കുക. ഇതിപ്പോൾ ഇന്ന് വെയിലായതുകൊണ്ട് വെയിൽ നോക്കിയിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറ്. അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചെക്കത്ത് ഒരു മിഠായി കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അവൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടാണ് മിഠായി തന്നിട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത അറിയണത് തന്നെയാണ്, തൊട്ടപ്പുറത്ത് വീടിൻ്റെ ചെക്കനാണ്. അപ്പോൾ ഇതേ ഒരു മിഠായി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് മിഠായിയൊക്കെയാണ്. അപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കൊണ്ട് തന്നാട്ടോ, പിറന്നാളാണ് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു മിഠായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് ചായ ഇങ്ങനെയാണ് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേ ഡ്രസ്സ് മാറിയിട്ടാണ്. പിന്നെ നമുക്ക് നേരെ ബീഫ് വാങ്ങാൻ പോവാം. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടേക്ക്. നമ്മളൊരു വീട്ടിൽ ബീഫ് പറഞ്ഞു വെച്ചിട്ടാണ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് വേണം, കുടുംബക്കാരനെ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണം. ഒരു കേസ് മയിൽ ഇതൊക്കെ കേസ് നല്ല അടിപൊളി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അടിപൊളി, പക്ഷേ ക്യാമറയിൽ അതും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് അതിൻ്റെ മുകളിൽ നിൽക്കട്ടോ, ഒരു പെൺമയിൽ. അങ്ങനെ കേസ് ഇതേ നമ്മൾ സൈക്കിൾ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാടത്തിൻ്റെ ഈ ഒരു മരത്തിൻ്റെ തണൽ കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലാണ് കേസ്. അപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ പാടൊക്കെ നല്ല അടിപൊളി നെല്ലൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പച്ച നെല്ലൊക്കെ ആക്കിയിട്ടാണ് ഇത് ബാക്കിൽ കാണാൻ പറ്റും വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ അവരൊക്കെ ആ നെല്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, കുറച്ച് ചേച്ചിമാരൊക്കെ. അപ്പോൾ പാടൊക്കെ നല്ല അടിപൊളി പച്ചപ്പായിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നേരെ പോകട്ടെ, സമയം കളയണ്ട. അപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും പോയിട്ട് ബീഫ് മേടിച്ചിട്ട് കാണാം കേട്ടോ കേസ്. അപ്പോൾ ഇതേ ബീഫ് കിട്ടിട്ടോ. അപ്പോൾ ഇതിൻ്റെ കവറ് പൊട്ടുമെന്ന് അറിയില്ല സൈക്കിൾ തൂക്കിയിടുമ്പോൾ. അപ്പോൾ എന്തായാലും ബീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോട്ടെ. അത് സൈക്കിൾ തൂക്കിയിട്ട് അപ്പോൾ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേസ്. അപ്പോൾ ഇത് ബീഫൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് നല്ല വെയിലുണ്ടായിരുന്നു. 11 മണി 11:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല വെയിലാണ്. ഇത് വേർത്തുണ്ട് കേട്ടോ. അപ്പോൾ മുഖം കഴുകിയതാണ്, പക്ഷെ നല്ല വേർത്തു. ഇത് നല്ല അടിപൊളി തണുത്തുള്ളം കുടിക്കാം കേട്ടോ. ഇത് നല്ല തണുത്തുള്ളം അതിൻ്റെ കുറച്ച് ആശ്വാസം. പിന്നെ ഇപ്പോൾ തന്നെ ടാങ്ക് കഴുകാൻ വയ്യ കേട്ടോ, ഇപ്പോൾ വെയിലത്ത് പോയി വേണ്ടി. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ടാങ്കത്തെ വെള്ളവും മാറ്റണം. അപ്പോൾ എന്തായാലും കുറച്ച് യൂസ് ചെയ്തിട്ട് വീട്ടിലത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ടാങ്ക് കഴുകുമ്പോൾ എന്തായാലും കാണാട്ടെ ഗൈസ്. അപ്പോൾ ഇത് നല്ല ഉച്ച സമയം കേട്ടോ, 2 മണി ആയിട്ടുള്ളൂ. ഇത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ടാങ്കിൽ വിട്ട് വെള്ളം ഉണ്ടോ നോക്കണം. ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും കഴുകാൻ പറ്റില്ല. ഇത് അവിടെ മുകളിലാണ് കേട്ടോ, അവിടെ നമ്മുടെ മുകളിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് മുകളിൽ പോയിട്ട് ടാങ്കിൽ എന്താ അവസ്ഥ നോക്കട്ടോ ഗൈസ്. അപ്പോൾ ഇത് എന്തായാലും ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ആ വെള്ളമാണ് ഇതാട്ടോ ഡ്രമ്മ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ചെളിയും കാര്യങ്ങളും വെള്ളം എത്രത്തോളം ഉണ്ട് നോക്കാം. അപ്പോൾ ഇത് 1000 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം. ഗൈസ് എന്തായാലും കഴുകാൻ പറ്റിയ ഭാഗത്തിനാണ്. ഇത് കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ. ചെളിയൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇത് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഡ്രമ്മിൽ ഇറങ്ങി കേട്ടോ. ഇത് ഫുള്ള് ചെളിയാണ്. ഇതുണ്ടോ, ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഫുള്ള് ഇങ്ങനെ തോണ്ടി കഴിഞ്ഞാൽ ഭയങ്കര ചെളി വരും. അത്രയും ചെളിയാണ് നമ്മുടെ ഈ ഒരു ഡ്രമ്മിൽ. അപ്പം എന്തായാലും ഇത് ഏകദേശം വൃത്തിയാക്കിയിട്ട് മുഴുവൻ വൃത്തിയാക്കിയിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഒരു വിധത്തിൽ പണി കാണൊക്കെ കഴിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ആകെ മേത്ത് ചെളിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡ്രമ്മ് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇത് ഏകദേശം വൃത്തിയായിട്ട് നേരത്തേക്കാൾ എത്ര ബെറ്ററായിട്ടുണ്ട്. ഇത് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് സെറ്റായിട്ടത്. ഇവിടെയൊക്കെ ആകെ നോക്കി ഫുള്ള് ചെളിയായിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മൾ ഡ്രമ്മ് വൃത്തിയായിട്ട് ഇവിടെയൊക്കെ ഫുള്ള് ചെളിയായിക്കാണ്. അപ്പോൾ എന്തായാലും ആ ഡ്രമ്മ് വൃത്തിയാക്കലും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ.
അപ്പോൾ ഗൈസ് ഡ്രമ്മും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. പിന്നെ നേരെ പോയി കുളിക്കണം. അപ്പം ഞാൻ പിന്നെ കളിക്കാൻ പോട്ടോ ഗ്രൗണ്ടിലേക്ക്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.